കർഷകർ സമരത്തിനിറങ്ങിയത് വെറുതെ. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന 3 കരിനിയമങ്ങൾ കേന്ദ്ര സർക്കാർ BJP സർക്കാർ പാസ്സാക്കിയപ്പോഴാണ്. അത് പാസ്സാക്കുമ്പോൾ അകാലിദൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, സഖ്യകക്ഷിയായിരുന്നു. അപ്പൊ അകാലിദളിന് ആ സഖ്യകക്ഷി സ്ഥാനം തുടരാൻ കഴിയാത്ത വിധം ശക്തമായി ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി കർഷക സമരം മാറി. പഞ്ചാബിൽ നിന്ന് വലിയ തോതിൽ കർഷകർ ദില്ലിയിലേക്ക് വരികയും ദില്ലിയിൽ അവരെ തടയുകയും ഒക്കെ ചെയ്തു. ഏറ്റുപൊടുവിൽ ഹരിയാനയുടെ ബോർഡറിൽ അവരെ തടഞ്ഞു. ഒരുപാട് കർഷകർ 700-800 കർഷകരോളം ജീവൻ നഷ്ടപ്പെട്ടു ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കർഷകരുടെ ജീവന് ഏതെങ്കിലും വിധത്തിൽ പകരം ചോദിക്കാൻ, എന്ന് പറഞ്ഞാൽ പകരം കൊല്ലുകയല്ല, രാഷ്ട്രീയമായി പകരം ചോദിക്കാൻ കർഷകർ തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ കർഷകർ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം BJP സ്ഥാനാർത്ഥി അവിടെ പ്രചരണവുമായി ചെല്ലുമ്പോൾ BJP നേതാക്കന്മാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട എന്ന് ഇവർ തീരുമാനിക്കുന്നത്, കർഷകർ തീരുമാനിക്കുന്നത്. അങ്ങനെ കർഷകർ തീരുമാനിക്കുന്നതിന് അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവർ ഉപയോഗിക്കും. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് തങ്ങളുടെ ഇച്ഛ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരം തെരഞ്ഞെടുപ്പാണ്. സമരങ്ങളിലൂടെ അവർ നേടിയ ഊർജം തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഈ തടയൽ ഉണ്ടായിട്ടുള്ളതും. അതിന്റെ ദുരന്തം BJPക്ക് കുറെ സ്ഥലങ്ങളിലെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നും തീർച്ചയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ അവരുടെ ഏക സഖ്യകക്ഷി അകാലിദളായി. ഇപ്പോൾ അകാലിദൾ അവരുടെ കൂടെയില്ല. ഇവരെ ഉപേക്ഷിച്ചതാണോ അവരെ ഉപേക്ഷിച്ചതാണോ നമുക്കറിയില്ല. എന്തായാലും അകാലിദളും BJPയും ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ BJPക്ക് വലിയ ഹോപ്പ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ എന്തെങ്കിലും തരത്തിൽ കർഷക സമരം മാറ്റമുണ്ടാക്കിയാലും അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് BJP നിന്നിരുന്നത്. പക്ഷേ അവർ വിചാരിച്ചെടുത്തല്ല കാര്യം നടന്നത്. പഞ്ചാബ് എന്നതുപോലെ ഹരിയാനയിലും ഒരു പരിധിവരെ ഡൽഹിയിലും ഈ കർഷക സമരം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ചെറിയ തോതിൽ പടിഞ്ഞാറൻ UPയിലും ഇതിന്റെ ഫലം ഉണ്ടായെന്ന് പറയുന്നു. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും വരെ ഇതിന്റെ ഫലം ഉണ്ടാകും എന്ന് പലരും പറയുന്നു. അങ്ങനെയെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാവും. പഞ്ചാബിൽ കർഷകർ BJPക്കെതിരായി നിൽക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ഇത്ര വലിയ വഞ്ചന ഒരു സമൂഹത്തോട് നടത്തിയത് തീർച്ചയായും അവർ തിരിച്ചറിയുകയും ഒരുപക്ഷെ BJPയുടെ ഭരണത്തിന്റെ ചരിത്രത്തിൽ പാസാക്കിയ ഒരു ബില്ല് റദ്ദാക്കേണ്ടി വന്ന അവസ്ഥ, 3 ബില്ലുകൾ, കാർഷിക ബില്ലുകൾ റദ്ദാക്കേണ്ടി വന്നൊരവസ്ഥയുണ്ട്. അത്രയ്ക്ക് നാണക്കേട് അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് കർഷക ദ്രോഹ സർക്കാർ എന്ന ആ മുദ്ര കിട്ടുന്നതോടുകൂടി പഞ്ചാബിലും പഞ്ചാബിന് പുറത്തും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. പഞ്ചാബിൽ കർഷകർക്ക് ഒരു കാരണവശാലും BJP അംഗീകരിക്കാൻ കഴിയില്ല. BJPയുടെ കൂടെ നിൽക്കുന്നു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാനാണ് അകാലിദൾ മാറിയത് എന്ന് പറയുന്നു. അതുകൊണ്ടും അവർക്ക് വലിയ മെച്ചമുണ്ടാകുമെന്നറിയില്ല. അവിടെ ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം എന്ന് തന്നെയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാൻ BJPക്ക് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്തൊക്കെ പറയും എന്ന് നമുക്കറിയില്ല. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് എതിരായി പറഞ്ഞു, മറ്റുള്ള ആളുകൾക്കെതിരായി പറഞ്ഞു, ഭരണഘടന കോൺഗ്രസ് ആണ് ഭരണഘടന നശിപ്പിക്കുക എന്ന് പറഞ്ഞു, കോൺഗ്രസ് വന്നാൽ നശിക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ആരാ ഭരണഘടന നശിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്തരം ആക്രോശങ്ങളിൽ വലിയ വിലയൊന്നും ഉണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല, സത്യമുണ്ടെന്നും കരുതുന്നില്ല. പക്ഷേ ഒറീസയിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. കുറെ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് നേതൃത്വം നൽകുന്ന ബിജു ജനതാദൾ BJD അവർ ആണ് ഇതുവരെ വലിയ ഭൂരിപക്ഷം നേടിയിരുന്നത്. അവിടെ കോൺഗ്രസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിജു ജനതാദളും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവിടെ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും തന്റെ പാർട്ടി അധികാരത്തിൽ വരും എന്ന് പറയാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്ക് ഒരു കക്ഷി നേതാവ് നിലയ്ക്കുണ്ട്. അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് ബിജു ജനതാദളിന്റെ അധ്യക്ഷൻ അദ്ദേഹം നവീൻ പട്നായിക് മുൻ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞത് BJPയുടെ മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞതിന് അർത്ഥമാണ്. പക്ഷെ അത് എത്രത്തോളം സത്യമാവാൻ സാധ്യതയുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. നവീൻ പട്നായിക്കിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും അവിടെ ആ സ്ഥാനത്ത് പ്രതിപക്ഷമായി BJP വളർന്നു വരികയും ചെയ്തതിന്റെ ഫലമായിട്ടും നവീൻ പട്നായിക്കിന് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് ജയിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷെ ഇതിൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പം, ഏതെങ്കിലും വിധത്തിൽ ഒരു ഹങ് പാർലമെന്റ്, തൂക്ക് പാർലമെന്റ് വന്നാൽ നവീൻ പട്നായിക് BJP-യുടെ കൂടെ നിൽക്കുമോ എതിർകക്ഷിയുടെ കൂടെ നിൽക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. BJP ഇത്ര ഹാർഷായി, ഇത്ര മോശപ്പെട്ട രീതിയിൽ നവീൻ പട്നായിക്കിനെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഒരു ചോയ്സ് വന്നാൽ, ഇന്ത്യ മുന്നണി വേണോ NDA വേണോ എന്ന ചോയ്സ് വന്നാൽ നവീൻ പട്നായിക്കിന് കൂടുതൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനപ്പുറം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് ഞാൻ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല.